വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ കൃഷിയിടങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലെടുക്കാൻ തൊഴിലാളികൾക്ക് ഭീതിയെന്ന് INTUC. തൊഴിലാളികൾക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാൻ സാഹചര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട INTUC നിലമ്പൂർ റീജിയണൽ കമ്മിറ്റി നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷൻ DFOമാർക്ക് നിവേദനം നൽകി. നിലമ്പൂർ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. ടാപ്പിംഗ് തൊഴിലാളികൾ, കൃഷിപ്പണിക്കാർ, നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അടുത്ത കാലത്താണ് കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്നു ഭക്ഷിച്ചത്. അതിന്റെ ഞെട്ടലിലാണ് തൊഴിലാളികൾ. കടുവ, ആന, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് INTUC ആവശ്യപ്പെട്ടു. നമ്മുടെ നിലമ്പൂർ നിയോജകത്തിന്റെ ഭൂരിഭാഗങ്ങളും ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പൊ അതിനോട് നമ്മുടെ തോട്ടം മേഖലകളാണ് കാര്യമായിട്ട്. ഈ തോട്ടം മേഖലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് രാവിലെ ടാപ്പിങ്ങിന് പോകാൻ വളരെ വിഷമം നേരിടാൻ ഈ കാട്ടുമൃഗങ്ങൾ, പ്രത്യേകിച്ച് പുലിന്റെയും കരടിന്റെയും ആക്രമണം കാരണം കടുവ അവരൊക്കെ ഒന്ന് രണ്ട് തൊഴിലാളികൾ ഇപ്പോൾ കടുവ പിടിച്ച് മരിച്ചു കഴിഞ്ഞു. അവരെ കാട്ടാന. ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിലമ്പൂർ നിയോജക INTUC കമ്മിറ്റി നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി MK ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ ഞങ്ങൾ DFOനെ കണ്ട് പരാതി കൊടുക്കാൻ വന്നിരിക്കുക. അപ്പോൾ ഞങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമായിട്ട് മാറി. അതിന് പരിഹാരം ഞങ്ങൾ തേടണം എന്നാണ് വന്നിരിക്കുന്നത്. അതിന് പരിഹാരം ഈ അധികാരികളിൽ നിന്ന് ഉണ്ടായിട്ട് കഴിഞ്ഞാൽ വരും നാളുകളിൽ വളരെ ആലോചിച്ച് എല്ലാ വിഭാഗം തൊഴിലാളികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര ശക്തമായ സമര രംഗത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ അമരമ്പലം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ കടുവ പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തൊഴിലാളി മരണപ്പെട്ടതും അതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും അമരമ്പലം, കരുളായി, ഈ ചുള്ളിയോട് ഭാഗം, നിലമ്പൂർ ഭാഗത്തും ഉണ്ടെങ്കിലും വളരെയധികം കടുവ ശല്യം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കരുളായി, അമരമ്പലം ഭാഗത്താണ്. ചുള്ളിയോട് പ്രദേശങ്ങളിൽ, പാട്ടക്കരിമ്പ് പ്രദേശങ്ങളിലാണ്. നമ്മളൊരു തൊഴിലാളി മരണപ്പെട്ടത് കൂടെ തന്നെ എല്ലാ ഭാഗത്തും നിരവധി ഇഷ്യൂസുകൾ, പന്നി ശല്യമാണെങ്കിൽ അത് അതിനധികം. അപ്പോൾ ഇതിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല. ഞങ്ങൾ നിരവധി തവണ ഇത് നിവേദനം DFOക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരപ്പോൾ ഒരു ആയിക്കോട്ടെ എന്ന് പറയാന്നല്ലാതെ ഒരു ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു സംവിധാനം ഉണ്ടാവുന്നില്ല. ഫോറസ്റ്റ് മിനിസ്റ്റർ ആണെങ്കിൽ യാതൊരു ഈ വിഭാഗത്തിലെ ആനയായാലും പന്നിയായാലും മറ്റ് വിഷയങ്ങളാണെങ്കിലും എല്ലായാലും നിരുത്തരവാദ പെരുമാറ്റമാണ് എല്ലാ കാലത്തും ഫോറസ്റ്റ് മിനിസ്റ്റർ ഭാഗത്തും ഉണ്ടാവുന്നത്. നിലമ്പൂരിൽ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ MLA അടക്കം നിരവധി കേസുകളും നിരവധി പ്രശ്നങ്ങളും അവതരിപ്പിച്ചിട്ടും അതിൽ നിന്നൊന്നും ഒരു മറുപടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ വനം വകുപ്പ് നിഷേധാത്മകമായ നിലപാടാണ് സർക്കാർ, ഫോറസ്റ്റ് മിനിസ്റ്റർ ഈ ഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നത്. INTUC റീജിയണൽ പ്രസിഡന്റ് C വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി MK ബാലകൃഷ്ണൻ, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ വിനോദ് കരിമ്പനക്കൽ, ഗിരീഷ് മോളൂർ മഠത്തിൽ, ഉണ്ണികൃഷ്ണൻ ചാലിൽ, ചുങ്കത്ര മണ്ഡലം പ്രസിഡന്റ് K ഷാജി, അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് അമീർ വള്ളിക്കാടൻ, നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നജീബ്, ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ, ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസ് പട്ടിക്കാടൻ, കോൺഗ്രസ് ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.